സർവ്വമേഖലയിലും സമഗ്ര വികസനത്തിലൂന്നി കുന്നംകുളം നഗരസഭയുടെ ബജറ്റ് 189 കോടി 73,37,167 രൂപ വരവും 184 കോടി 14,94,000 രൂപ പ്രതീക്ഷിത ചെലവും 5 കോടി 58,43,167 രൂപ മിച്ചവുമുള്ള 2025-26 ബജറ്റാണ് കൗൺസിൽ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അവതരിപ്പിച്ചത്. 2015 അവസാനം മുതലുള്ള നഗരസഭയുടെ തനത് വരുമാനത്തിന്റെ വളർച്ചയും അതിനു മുൻപുള്ള സ്ഥിതിയും പഠനാർഹമാണ് എന്ന് തോന്നുന്നു. തനത് വരുമാനത്തിലും ആസ്തിയിലും വർധനവ് ലക്ഷ്യമിട്ട് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മൾട്ടി സെക്ടർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനാണ് ഊന്നൽ നൽകുന്നത്. സുഭിക്ഷയ്ക്ക് ഇൻസെന്റീവ് 40 ലക്ഷം രൂപ, ലൈഫ് പദ്ധതിയിൽ 200 വീടുകൾ കൂടി 6 കോടി രൂപ, ഭവന നവീകരണം 1000 വീടുകളിൽ 5 കോടി രൂപ, വിജ്ഞാന കേരളം തൊഴിൽ ഈ വർഷം 1000 പേർക്ക്, കുന്നംകുളത്തിന്റെ ഭാവി വികസന സാധ്യതകൾക്കായി ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യും. 8,03,1,067 രൂപ മിച്ചവും ഉള്ള 2024-25 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും ആകെ 189 കോടി 73,37,167 രൂപ വരവും 5 കോടി 58,43,167 രൂപ മിച്ചവും ഉള്ള 2025-26 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രാരംഭമായി 10 കോടി രൂപ വകയിരുത്തി പുതിയ ബസ് ടെർമിനലിന്റെ എക്സിറ്റ് റോഡ് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപ, പുതിയ ടൗൺ ഹാളിന് രൂപരേഖ തയ്യാറാക്കും, ഇതിനായി 20 ലക്ഷം രൂപ, അറവുശാലയ്ക്ക് 10 കോടി, ചെമ്മണ്ണൂരിൽ നിർമ്മിക്കുന്ന ആധുനിക ശ്മശാനം 50 ലക്ഷം രൂപ, ഗാന്ധി പാർക്ക് 25 ലക്ഷം രൂപ, നഗരത്തിൽ അമർജ്യോതി ജവാൻ നമുക്ക് ഒരുമിച്ച് ഉയരാം പ്രവാസികൾക്കുൾപ്പെടെ ജോലി ഉയർച്ചയ്ക്കായി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ കോഴ്സ് അസാപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കും, തിരുത്തിക്കാട് പാടശേഖരത്തിൽ കൃഷി ഇറക്കുവാൻ ധനസഹായം, വീട്ടിലൊരു പോഷകത്തോട്ടം, പൊലിവ് ന്യൂട്രി ഗാർഡൻ പദ്ധതി, കിഴങ്ങ് വർഗ്ഗങ്ങളടക്കം വിഷരഹിതവും പോഷക സമൃദ്ധവുമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വീട്ടു വളപ്പുകളിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന സുഫലം വിഷരഹിത സ്ഥലം, കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുമായി ഇൻക്യുബേഷൻ സെന്റർ, ക്ഷീരകർഷകർക്കായി പുൽപ്പാടം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് 10 ലക്ഷം രൂപ, ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തും, സമ്പൂർണ്ണ തിമിരരഹിത നഗരസഭ, ആരോഗ്യമേഖലയ്ക്കാകെ 1.75 കോടി രൂപ, വനിതാ ഘടക പദ്ധതിയിൽ നഗരസഭ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിനായി 30 ലക്ഷം രൂപ, അംഗൻവാടികൾക്ക് കെട്ടിടം സ്ഥലം വാങ്ങുന്നതുൾപ്പെടെ 45 ലക്ഷം രൂപ, അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് പോഷകവാടി പദ്ധതി 5 ലക്ഷം രൂപ, കുട്ടികളുടെ പാർക്ക് നിർമ്മാണത്തിന് 10 ലക്ഷം രൂപ, കിഴൂരിൽ പകൽ വീടിനോട് ചേർന്ന് വനിതാ ജിം സ്ഥാപിക്കുവാൻ 20 ലക്ഷം രൂപ തുടങ്ങിയവയ്ക്കായി തുക വകയിരുത്തി. ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. എല്ലാ മേഖലകളിലും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ ഇനിയുള്ള വികസനത്തിന് എന്തെല്ലാമാണ് വേണ്ടതെന്ന രീതിയിലുള്ള ആലോചനയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിനെ സഹായിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഒരുപാട് പേരുടെ സഹായത്തോടെ നിർദ്ദേശത്തോടൊക്കെയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ വ്യത്യാസങ്ങൾ, കാരണം ഇന്ന് കുന്നംകുളം കാണുന്ന ആരും പറയും മുമ്പത്തേതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. എല്ലാ മേഖലകളും ഒരേപോലെ ഉണർന്നെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്.